ഹായ് ഫ്രണ്ട്സ്, സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് UGC നെറ്റ് എക്സാമിന് 20 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. വളരെ എളുപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ജനറൽ പേപ്പറിന്റെ 2 ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും മുഴുവൻ മാർക്കും നേടാൻ സാധിക്കും. കാരണം വർഷാവർഷമായിട്ട് ഈ 2 ടോപ്പിക്കിൽ നിന്നും കൃത്യമായിട്ട് 10 ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റ് ഏത് ടോപ്പിക്കിൽ നിന്നും 1-2 ചോദ്യങ്ങൾ മിസ്സായി പോയാലും ഈ 2 ടോപ്പിക്കിൽ വളരെ കൃത്യമായിട്ട് 10 ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ, ഏത് രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആഗസ്റ്റ് മാസം പരീക്ഷ എഴുതാൻ പോകുന്നവർക്കായിട്ട് കറക്റ്റായിട്ട് 20 മാർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആ 2 ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് റീഡിംഗ് കോംപ്രഹെൻഷനും മറ്റൊന്ന് ഡാറ്റ ഇന്റർപ്രിട്ടേഷനുമാണ്. ഈ 2 ടോപ്പിക്കിൽ നിന്നും വളരെ കൃത്യമായിട്ട് 5 ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അതുപോലെ ഈ 2 ടോപ്പിക്കിനും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ ഈ 2 ടോപ്പിക്കിനും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത, ഈ 2 ടോപ്പിക്കും നമ്മൾ ചോദ്യങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടീസിങ്ങിലൂടെ ഈ 2 ടോപ്പിക്കും വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ 20 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്കങ്ങനെ വളരെ കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആദ്യം പറയുന്നത്. അതിനുശേഷം ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ നെറ്റ് എക്സാമിന്റെ ഒരു പാറ്റേൺ മാറിയതനുസരിച്ചിട്ട് വളരെ കൃത്യമായ രീതിയിലുള്ള സിലബസ് വൈസ് നോട്ടുകൾ തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞ് അതിനുശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ലെവലിലേക്ക് എക്സാമിനേഷൻ NTA എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ 2019, 2020, 2021 ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ലെവൽ ക്ലിയർ ആണ്. അതായത് കൃത്യമായിട്ടുള്ള സിലബസ് NTA നൽകുന്നുണ്ട്. അത് പ്രകാരമുള്ള നോട്ടുകൾ നമ്മൾ തയ്യാറാക്കുക, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ഏത് രീതിയിലാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ പരീക്ഷാ ഹാളിൽ നമുക്ക് എത്ര സമയം ഒരു ചോദ്യത്തിന് ലഭിക്കുമെന്നുള്ളതിന് നമുക്ക് 1 മിനിറ്റും 20 സെക്കൻഡുമാണ് ഒരു ചോദ്യത്തിനുള്ള സമയം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ വ്യത്യസ്ത പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഓരോ ടോപ്പിക്കിൽ നിന്നും. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും 4-5 ടൈപ്പ് പാറ്റേൺ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വളരെ കുറവായിരിക്കും നമ്മുടെ നെറ്റ് എക്സാമിനൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത്. എന്നാൽ റീഡിംഗ് കോംപ്രഹെൻഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം അതിൽ നമുക്ക് ചില വിവരങ്ങൾ നൽകുകയാണ്. ആ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ്. റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഒരു പേസേജ് ആണ് നൽകുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് വായിക്കുക, നമുക്ക് ശ്രവിക്കാൻ, അതായത് വളരെ ചെറിയ രീതിയിൽ നമുക്ക് കേൾക്കുകയും കൂടെ ചെയ്യണം. ആ ഒരു രീതിയിൽ പാസേജ് വായിക്കുക. കൃത്യമായിട്ട് ഒരു തവണ വായിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചോദ്യങ്ങൾ പരിശോധിക്കുക. ഓരോ ചോദ്യങ്ങളും പാസേജിന്റെ ഒരേ ഭാഗത്തുനിന്ന് ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു വായനയിലൂടെ മനസ്സിലാവും. ഇത് പരീക്ഷ ഹാളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പരീക്ഷ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയേ ചെയ്യാൻ സാധിക്കും. പാസേജ് വായിക്കുക, ചോദ്യങ്ങൾ നോക്കുക, അതിനനുസൃതമായിട്ട് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. എന്നാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതേ ഒരു മെത്തേഡിലാണ് പലരും പഠിച്ചു പോകുന്നത്. നമ്മൾ പാസേജ് വായിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ചോദ്യങ്ങൾ വായിക്കുന്നു, പാസേജ് വീണ്ടും വായിച്ചിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തുന്നു. ആ ഒരു രീതി പോരാ. നമ്മൾ കൃത്യമായിട്ടൊരു പാസേജിനെ ഫ്ലുവൻ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ അത് വീണ്ടും വീണ്ടും വായിക്കണം. വീണ്ടും വായിച്ചിട്ട് അതൊരു ഈസി ലെവലിലേക്ക് എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ സാധിക്കും. അത്തരത്തിൽ വായിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത പാസേജ് വായിക്കുമ്പോൾ നമ്മളുടെ ഫ്ലുവൻസി ലെവൽ വളരെ ഉയർന്നതായി വരികയും മറ്റുള്ള പാസേജുകൾ നമുക്ക് വായിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്കത് ഗ്രഹിക്കാനും സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വായിക്കുക. ലൗഡായിട്ട് വായിക്കണം എന്നല്ല പറയുന്നത്, നമുക്ക് ശ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തന്നെയാണ് വായിക്കുന്നത്, അത് നമുക്ക് കൂടെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വായിക്കുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പാസേജുകൾ വായിച്ചുകൊണ്ട് നമ്മളുടെ ഫ്ലുവൻസി ലെവൽ ഉയർത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആഗസ്റ്റിലെ എക്സാമിനേഷന് ഇപ്പോൾ വൊക്കാബുലറി വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കണം, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് റീഡിംഗ് കോംപ്രഹെൻഷന് എല്ലാവരും പറയുന്നത്. അത്തരത്തിലൊരു കാര്യം നമുക്കിനി പ്രാവർത്തികം
വിഷയമല്ല. നമ്മളിനി വന്നിരിക്കുന്ന ചോദ്യങ്ങൾ UGC-NET എക്സാമിന് പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നെടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ റീഡിംഗ് കോംപ്രഹൻഷൻ വരുന്നത് എന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മാക്സിമം റീഡിംഗ് കോംപ്രഹൻഷൻ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴ്സിലൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സമയമാകുമ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്ങിൻ്റെ സെക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ടോപ്പിക്കിൽ നിന്നാണ്. റീഡിംഗ് കോംപ്രഹൻഷൻ ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് കോംപ്രഹൻഷന് വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ ആക്റ്റീവായിട്ട് വായിക്കുക, അത് ലേൺ ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ സെർച്ച് ചെയ്യുക, ഓപ്ഷൻ പരിശോധിക്കുക, കറക്റ്റായിട്ടുള്ള ആൻസർ എഴുതുക. ഇത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. വന്നിരിക്കുന്ന റീഡിംഗ് കോംപ്രഹൻഷൻ ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് അത് വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക. റീഡിംഗ് കോംപ്രഹൻഷനിൽ നമുക്ക് അവസാന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ഇതാണ്. കാര്യങ്ങൾ വായിച്ച് നമ്മുടെ ഫ്ലുവൻസി ലെവൽ വർദ്ധിപ്പിക്കുക, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്തുക. അതിൽ ഓരോരുത്തരുടേതായ രീതിയിലുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ട്രഡീഷണലായിട്ട് ഇങ്ങനെയാണ് റീഡിംഗ് കോംപ്രഹൻഷൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് ആരും എത്തിച്ചേരേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വിവരങ്ങൾ നൽകുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിൽ മാത്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത്, അതുപോലെ റേഷ്യോ കാണുന്നത്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിന്റെ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ റീഡിംഗ് കോംപ്രഹൻഷനെ പോലെ തന്നെ നമുക്ക് ഒരു വിവരം നൽകുകയാണ്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് കൃത്യമായിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നേരത്തെ റീഡിംഗ് കോംപ്രഹൻഷനിൽ 5 ചോദ്യങ്ങൾ, ഇവിടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും 5 ചോദ്യങ്ങൾ. ഇതും നമുക്ക് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ മാത്സുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. പെർസെൻറ്റേജ് കാണുന്നത്, അതുപോലെ തന്നെ റേഷ്യോ കാണുന്നത്, പിന്നെ അതൊക്കെ കൂട്ടുന്നതും ഗുണിക്കുന്നതും അത്തരമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് വേഗത കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് പല രീതിയിലായിരിക്കും നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഏത് രീതിയിൽ നൽകുന്നു എന്നതിനെ നോക്കി വറീഡ് ആവേണ്ട കാര്യമില്ല. നൽകിയ വിവരങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിനായിട്ട് നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരേ രീതിയിലുള്ളതല്ല, വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ, അതിലടങ്ങിയ വിവരങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ ആകെ വറീഡ് ആവുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഓക്കെ ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ റീഡിംഗ് കോംപ്രഹൻഷനിൽ നിന്നും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കുറച്ചുകൂടെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആക്കുന്നത് 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും 3ാമത്തെ ചോദ്യം വരുന്നത്. അതായത് ആ വിവരങ്ങൾ കൂടെ ഉപയോഗിക്കാൻ കഴിയും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ. ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആണ് കണ്ടെത്തേണ്ടതെങ്കിലും അടുത്ത് വരുന്ന ചോദ്യങ്ങളൊക്കെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അത് നമുക്ക് ഒരു ഉദാഹരണ സഹിതം നോക്കാം. നമുക്ക് 2021 NTA ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. മറ്റുള്ള ടോപ്പിക്കിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ 2 ടോപ്പിക്ക് വേറിട്ട് നിൽക്കുന്നത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനുമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. 2 വീഡിയോ ഒരുമിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓരോ വീഡിയോയുടെ ലെങ്ത് കൂടുന്തോറും കാണുന്നവരുടെ എണ്ണവും കുറയും. പല കാര്യങ്ങളും കമൻറ്റിലൂടെ ചോദിക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു 2 പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അത് കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത്, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ജോയിൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി 15 to 20 ചോദ്യങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും നമ്മുടെ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ 2 പ്ലാറ്റ്ഫോമിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ജോയിൻ ചെയ്ത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പരീക്ഷ വരെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും നമ്മളുടെ ഭാഗത്തുണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.